നമസ്കാരം. ഇത് കാളികെട്ട് എന്നാണ് ഇതിനെ ഈ രൂപത്തെ പറയുക. അതെന്ന് വെച്ചാൽ ഭഗവതിയുടെ ദേവിയുടെ പ്രതിരൂപമായിട്ട് ഞങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് അലങ്കരിച്ചു കൊണ്ടുവന്ന ഒരു രൂപമാണ്, പ്രതിരൂപമാണ് ഈ കാളികെട്ട് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ പുരാണത്തിൽ പറയാ വെച്ചാൽ ഞങ്ങൾക്ക് പൂർവികമായിട്ട് ഞങ്ങളുടെ പാക്കനാരുടെ കാലത്ത് ദേവിയിൽ നിന്നുള്ളൊരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ദേവിയാൾ ഭർത്താവിനെ തേടി ഇറങ്ങി നടന്നൊരു കഥ ഉണ്ടല്ലോ. ആ കഥയിൽ ഓരോ വീട്ടിൽ ചെന്നിട്ടും ഓരോരുത്തരോടും ചോദിച്ചു, ഭർത്താവിനെ കണ്ടോ എന്നിങ്ങനെ ചോദിച്ച് വെയിലത്ത് വയർത്ത് കുളിച്ച് വരുന്ന സമയത്ത് ദേവിനെ കാണുകയാണ് പാക്കനാർ. അപ്പോൾ ഈ പാക്കനാർ പോകുമ്പോൾ എന്നും ഓലക്കുട ഉണ്ടാവും കയ്യിൽ. അപ്പോൾ ഈ ഓലക്കുട ചൂടി കൊടുത്തു ദേവി. അപ്പോൾ ദേവി ചോദിച്ചു, നീ ആരാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തണല് തന്നത്? അപ്പോൾ പാക്കനാർ അങ്ങോട്ട് പറഞ്ഞു, എന്ത് അവിടുത്തെ മാറിലെ ആടയാഭരണങ്ങളും ആ നെറ്റിയിലെ കുങ്കുമപ്പൊട്ടും കണ്ടാൽ അറിയാലോ മനുഷ്യ സ്ത്രീയല്ല, നിങ്ങൾ പരാശക്തിയാണെന്നാണ്. അപ്പം അന്ന് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് പാക്കനാർ കുലത്തിന് ഒരു അനുഗ്രഹം ദേവി തന്നിട്ടുണ്ട്. എന്തെന്ന്, നീയും നിൻ്റെ കുലവും ഇടത്തു കുത്തി വലത്ത് വെറുപ്പിച്ചാൽ ഞാൻ നിൻ്റെ അടിക്കാക്കിൽ ഉണ്ടായിക്കോളാം എന്നൊരു അനുഗ്രഹം ഞങ്ങൾക്ക് പറയ സമുദായത്തിന് പാക്കനാർ മുഖാന്തരം കിട്ടിയിട്ടുണ്ട്. അത് ഏത് പറയത് ചെയ്താലും ഏത് പറയേണ്ട കുട്ടികൾ ചെയ്താലും ആ അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ചെലമ്പ് ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ വിറപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ദേവി വരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. വരുന്നുണ്ട്, അത് ചിലരിൽ കാണുകയും ചെയ്യുക, കാല് വെറുതെ ചെലമ്പിട്ടാൽ ചിലർ തനിയെ വരച്ചു വരും. അപ്പം അതിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഞങ്ങൾ ഈ കാളികെട്ട് ചെയ്യുന്നത്, ദേവിയുടെ പ്രതിരൂപം. ഈ ഇപ്പോൾ അത് ഞങ്ങൾ ഉത്സവ പറമ്പിലേക്ക് പോകുമ്പോൾ ചെണ്ട, മരം, കുഴൽ, അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ കൂടെ മുക്കഞ്ചാത്തനും ഉണ്ടാവും. അതുകൂടെ ദേവി ഈ അലങ്കാരം ഞങ്ങൾ അണിയിച്ചൊരുക്കി ദേവിക്ക് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ രൂപം ഞങ്ങൾ വീടുകളിലേക്കും കൊണ്ടുപോകാറുണ്ട്. വീടുകളിൽ അതായത് വെച്ചാൽ അവർക്ക് ദേവി വരുന്നതായുള്ള ഒരു സങ്കല്പം ഉണ്ടാവും, ഒരു അനുഭൂതി ഉണ്ടാവും. അവരുടെ വല്ല ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോകും എന്നാണ് അവരുടെ വിശ്വാസം. അത് ഒഴിഞ്ഞു പോട്ടെ എന്ന് സങ്കല്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാളിവേഷം കെട്ടിയിട്ട് ഓരോ വീടുകളിലേക്കും കയറി ചെല്ലുന്നത്. അണിഞ്ഞൊരുങ്ങുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ആദ്യം ചെലമ്പാണ് ധരിക്കുക. ചെലമ്പിട്ടതിന് ശേഷം തലശീല എന്ന് പറയും. അത് മുടി മുറുക്കണതിന് മുടി വട്ടമുടി എന്നാണ് ഈ കീഴ്യിടത്തിന് പറയുക. അത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് തലശീല കെട്ടുന്നത്. തലശീല കെട്ടി കഴിഞ്ഞതിന് ശേഷം കുറി വരച്ച് പിന്നെ ആടയാഭരണങ്ങൾ ആദ്യം മുലക്കൂട്ട് ധരിക്കും. മുലക്കൂട്ട് കഴുത്തൂട്ടം എന്ന് പറയും. അതിൻ്റെ ഈ കഴുത്തൂട്ടം ധരിക്കുന്നതിൻ്റെ മാർത്താലിപ്പൂകൾ ഉണ്ടാവും, ഇങ്ങനെ മാലയായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കൈത്താമര, 2 കൈത്തണ്ടയിലും കൈത്താമര കെട്ടി, ഈ വഞ്ചി അതിൻ്റെ മുകളിൽ വഞ്ചി കെട്ടി, പിന്നെ ഇവിടെ ഈ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഇത് വയ്ക്കും, അതിനെ അഗർ എന്ന് പറയും. അത് പിന്നെ ഈ ആടി കൂടെ ഒരു ഇത് വയ്ക്കും, ഒരു അലങ്കാരമുണ്ട്, അതിന് ചെട്യം എന്ന് പറയും. അതൊക്കെ ധരിച്ചതിന് ശേഷം അവസാനം അതുപോലെ ഞെറി ഉടുക്കും. അത് കഴിഞ്ഞിട്ട് ഞെറി ഉടുത്തതിന് ശേഷം അരമണി പൂട്ടി എന്നിട്ടാണ് ഈ കിരീടം വയ്ക്കുക. അപ്പോൾ അലങ്കാരം പൂർത്തിയായി. പിന്നെ ഈ 2 കൈയിൻ്റെ പടത്തിലും വഞ്ചി കെട്ടും. അത് കഴിഞ്ഞാൽ അലങ്കാരം പൂർത്തിയായി. Hello.